നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ മാണിക്യം പാമ്പാടി രാജനെ നീരിൽ തളച്ചു. ഇന്ന് മെയ് 5-നാണ് ലീലാമ്മ ചേച്ചിയും കുടുംബാംഗങ്ങളും പാപ്പാന്മാരും രാജനെ സ്നേഹിക്കുന്ന സഹൃദയരായ നാട്ടുകാരുമൊക്കെ ചേർന്ന് പാമ്പാടി രാജനെ അവൻ്റെ കെട്ടുതറയിൽ തളച്ചത്. രാജൻ്റെ മറ്റൊരു നീരുകാലം കൂടി ആരംഭിക്കുകയായി. മണർകാട് ദേവീക്ഷേത്രത്തിലും കോട്ടയം ജില്ലയിലെ തന്നെ കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെയും ഉത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായിട്ട് രാജന് അവൻ്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായ ചികിത്സകൾ വീട്ടുകാരാരംഭിച്ചിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. നീരിൽ തളച്ചിരിക്കുന്ന രാജന് അവൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി പൂർണ്ണമായും നീരുകാലം കഴിയുമ്പോൾ മെച്ചപ്പെട്ട നിലയിൽ ഒരു രാജനെ തിരികെ നൽകുവാൻ ഉള്ള ഇടപെടലാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പാപ്പന്മാരായ സതീഷ്, മനോജ്, രതീഷ് എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് രാജനൊപ്പമുണ്ട്. രാജൻ്റെ നീരൊലിപ്പ് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പാമ്പാടി രാജനെ നീരുകാലം വൈകിപ്പിക്കുന്നതിന് വേണ്ടി അവന് മരുന്ന് നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ, അതുപോലെ ഹോമിയോ മരുന്നുകളൊക്കെ നൽകി അവൻ്റെ നീരുകാലം വൈകിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആരോപണം ചിലർ ഉന്നയിക്കാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ രാജനെ നീരിൽ തളച്ചിരിക്കുകയാണ്. നീരിൽ തളച്ചിരിക്കുന്ന രാജനെ കാണുമ്പോൾ അറിയാം, മതഗ്രന്ഥിയുടെ അവിടെ നല്ല അതിൻ്റെ ഹോള് രൂപപ്പെട്ടിട്ടുണ്ട്, അവിടെ കനച്ചിട്ടുണ്ട്. അപ്പം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവന് നീരൊലിച്ച് തുടങ്ങും. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ മെയ് 2-ന് തളച്ചു. 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ അവന് നീരൊലിച്ച് തുടങ്ങി. ഇത് വസ്തുത ഇതായിരിക്കെ ഇങ്ങനെയുള്ള ചില കുപ്രചരണങ്ങൾ ബോധപൂർവമായിട്ട് പ്രചരിപ്പിക്കുക, അതിൽ ചിലർ ആനന്ദം കണ്ടെത്തുന്നത് തികച്ചും ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്തരം സമയങ്ങൾ വിനിയോഗിക്കണമെന്നാണ് അത്തരക്കാരോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. രാജൻ ഇന്ന് അവനെ നീരിൽ തളച്ചപ്പോൾ തന്നെ 3-ാം പാപ്പാൻ രതീഷിനെ അടുത്ത് വന്നപ്പോൾ ഓടിക്കുന്ന സാഹചര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ രാജൻ പൂർണ്ണമായും മതപ്പാടിലേക്ക്, നീരുകാലത്തിലേക്ക് രാജൻ മനസ്സുകൊണ്ട് തന്നെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. രാജനെ സംബന്ധിച്ചോളം നീരുകാലത്ത് പാപ്പാന്മാരെ, പ്രത്യേകിച്ച് 2-ാം പാപ്പാനെയും 3-ാം പാപ്പാനെയും സമീപത്ത് അടുപ്പിക്കുന്ന ഒരു സ്ഥിതിയില്ല. ഓടിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റേ സഹായികളായിരിക്കുന്ന ആളുകൾക്ക് അവൻ അടുത്തിയെല്ലാം. ലീലാമ്മ ചേച്ചിക്ക് അവന് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല. സാധാരണ രീതി അങ്ങനെയാണ്. സാധാരണ രാജൻ്റെ നടയ്ക്ക് ഒരു വലിപ്പം, അവൻ്റെ കാലിനുള്ള നടയ്ക്ക് നീര് മൂലം ഉണ്ടാകുന്ന ഒരു സാധാരണ വലിപ്പം നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ നീരുകാലത്തിൽ തളച്ചിരിക്കുന്ന രാജനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവൻ്റെ നടയ്ക്ക് ആ നീരില്ല, നീരൊഴിവായിട്ടുണ്ട്. അപ്പം അത് കൃത്യമായി അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ചികിത്സ നൽകിയതിന് ശേഷമാണ് രാജനെ വീട്ടുകാർ തളച്ചിരിക്കുന്നത്. പാമ്പാടി രാജനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ സമ്മിശ്ര പ്രതികരണത്തിൻ്റെതായിരുന്നു. സ്വാഭാവികമായിട്ടും അവന് വയറ്റിലുണ്ടായ അസുഖം മൂലം കുറച്ച് നാൾ ചികിത്സയിൽ കഴിയേണ്ടതായ സാഹചര്യമുണ്ടായി. അതേസമയം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മെച്ചപ്പെട്ട എഴുന്നള്ളിപ്പുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശേഷിയും കരുത്തുമുള്ള ഗജവീരൻ തന്നെയാണ് പാമ്പാടി രാജൻ. അവനെ സ്നേഹിക്കുന്ന, അവനെ സംരക്ഷിക്കുന്ന അവൻ്റെ ഉടമസ്ഥരും പരിപാലിക്കുന്ന അവൻ്റെ പാപ്പാന്മാരും അവർ കൃത്യമായ രാജനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മ മാത്രം പുലരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ മതപ്പാട് കാലത്തിന് ശേഷം പുറത്തിറങ്ങുന്ന രാജൻ കൂടുതൽ കരുത്തോടെ ഗജരാജ ലോകത്തിന് വരുന്ന സീസണിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഗജവീരനായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. PM പ്രദീപ് മീഡിയയും രാജന് ഒരു നല്ല നീരുകാലമാണ് ആശംസിക്കുന്നത്. ഇപ്പോൾ തന്നെയുള്ള രാജനുള്ള ഭക്ഷണം
പനമ്പട്ട, അതുപോലെ പോതപ്പുല്ല്, അതുപോലെ അവന് മറ്റ് മരുന്നുകൾ, നീരുകാല സമയത്ത് കൊടുക്കേണ്ട മരുന്നുകൾ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി രാജൻ്റെ ഉടമസ്ഥനായ റിജിറ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഗൾഫിലേക്ക് തിരികെ പോയത്. ലീലാമ്മ ചേച്ചിയുടെ നേതൃത്വത്തിൽ, മറ്റു കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ അവൻ്റെ പരിചരണത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പാപ്പന്മാർ വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടുമുണ്ട്. മാനേജർ അനി ഉൾപ്പെടെയുള്ളവർ അവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഒരിക്കൽ കൂടി പാമ്പാടി രാജന് ഒരു നല്ല നീരുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.